തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിക്കുമെന്ന് CIT ജില്ലാ സെക്രട്ടറി M. ഹംസ. ജോലി സമയം 8 മണിക്കൂറാക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുകയെന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് M. ഹംസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടെക്നോളജി വികസിച്ചതോടെ തൊഴിൽ സമയം കുറയ്ക്കുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണെങ്കിലും രാജ്യത്ത് തൊഴിലാളികളെ അടിമകളാക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. 13 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട തൊഴിലാളികളിൽ വേതനം കൃത്യമായി നൽകുന്നുമില്ല. മിനിമം 26,000 രൂപയാക്കണമെന്നാണ് CITUവിന്റെ ആവശ്യം. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU മേഖലാ കമ്മിറ്റികളുടെ കീഴിൽ പ്രകടനം, പൊതുയോഗം എന്നിവ നടക്കും. പാലക്കാട് പൊതുയോഗത്തിൽ CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം പങ്കെടുക്കും. തൊഴിലാളി വിരുദ്ധ സമീപങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ CITU ചെറുത്തു തോൽപ്പിക്കുമെന്നും M. ഹംസ പറഞ്ഞു. CITU ഭാരവാഹികളായ SB രാജു, TK നൌഷാദ്, TK അച്യുതൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടേയില്ല. തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള ഡിമാൻഡുകൾ മുതലാളിമാരുടെ മുമ്പിൽ, വ്യവസായ മുതലാളിമാരുടെ മുമ്പിൽ, ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 10 വർഷക്കാലമായി ചർച്ചകളിലേക്ക് സഹനശേഷി നഷ്ടപ്പെട്ട തൊഴിലാളികൾ അവർ സ്വയം സമരമുഖത്ത് വരുന്നതാണ് കാണുന്നത്. ആ സമരത്തിന് CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ അവർക്കെല്ലാം മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമല്ല, അവരുടെ സമരം വിജയിപ്പിക്കാൻ പിന്തുണ നൽകുന്ന ഒരു പുതിയ കാലമാണ് ഈ മീറ്റിൽ നടക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. 8 മണിക്കൂർ ജോലിക്ക് പകരം 12 മണിക്കൂറും 13 മണിക്കൂറും ജോലിയാക്കി മോഡി സർക്കാർ ഇന്ത്യയിലെ തൊഴിലാളികളോട് പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തൊഴിലാളി വർഗം ഇന്ന് ആവശ്യപ്പെടുന്നത് ടെക്നോളജി ഡെവലപ്മെന്റ്. ലോകത്തിലെ മനുഷ്യർക്കെല്ലാം ആവശ്യമായതെല്ലാം ഉത്പാദിപ്പിക്കാൻ കഴിവും ശേഷിയും ടെക്നോളജിയുടെ പിന്തുണയോടുകൂടി തൊഴിലാളി വർഗത്തിനുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി, ഒരു ദിവസം 7 മണിക്കൂർ പണിയെടുത്താൽ മതി. പുതിയ ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. അതിനാവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ലോകത്തെമ്പാടും ഉണ്ടാകേണ്ടത് എന്ന ആവശ്യം